വയനാട്ടിലെ ഒരു ഗോത്ര സമുദായമാണ് മുള്ളുക്കുറുമർ. കൃഷി, മൃഗസംരക്ഷണം, മീൻപിടുത്തം തുടങ്ങിയവയാണ് മുള്ളുക്കുറുമ സമുദായത്തിൻ്റെ പഴയകാല ജീവിതം. എന്നാൽ ഇന്ന് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറുകയും വിവിധ സർക്കാർ ജോലികൾ പുതുതലമുറ നേടിയെടുക്കുകയും ചെയ്തു. ബത്തേരി താലൂക്കിലെ ആയിരംകൊല്ലി നന്ദൻകവലയിൽ താമസിക്കുന്ന ഗോവിന്ദൻ ആശാൻ വയനാട് ടൂറിസത്തിന് ഒരു വേറിട്ട കാഴ്ചയാണ്. പഴയകാലങ്ങളിൽ വേട്ടയാടാൻ മാത്രം ഉപയോഗിച്ചിരുന്ന അവരുടെ അമ്പും വില്ലും ആഗോളവൽക്കരണത്തിൻ്റെ വയനാടിന് തന്നെ ഒരു മുതൽക്കൂട്ടാവുകയാണ്. സ്വന്തമായി വിവിധ തരത്തിലുള്ള അമ്പും വില്ലും തൻ്റേതായ ശൈലിയിൽ നിർമ്മിക്കുകയും അതിലൂടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുകയാണ് ഇദ്ദേഹം. ഈ ചുരുങ്ങിയ കാലയളവിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. തികഞ്ഞ പ്രകൃതി സ്നേഹിയും കൂടിയാണ് ഗോവിന്ദനാശാൻ. പക്ഷിമൃഗാദികളെ സ്നേഹിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുകയും ചെയ്യുകയും കാടും കാട്ടിലെ ജീവജാലങ്ങളോടും ഇണങ്ങി ജീവിക്കുന്ന ഗോവിന്ദ ആശാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഹലോ ഫ്രണ്ട്സ്, എത്നിക് കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഇവിടെയുള്ളത് കൊച്ചങ്കോട് ഗോവിന്ദേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിയോട് കൂടെയാണ്. നമുക്കറിയാം, ഗോവിന്ദേട്ടനെ മുൻപ് എല്ലാവരും കണ്ട് പരിചയം ഉണ്ടാവും. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. ഗോവിന്ദേട്ടാ, അപ്പോൾ നമുക്ക് നിങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം കാണുന്നവർക്ക്. എൻ്റെ പേര് കൊച്ചങ്കോട് ഗോവിന്ദൻ. ഇവിടെ ആയിരംകൊല്ലി അമ്പലവയലിൽ പഞ്ചായത്തിൽ ആയിരംകൊല്ലിയാണ് താമസിക്കുന്നത്. പിന്നെ ഈ അമ്പും വില്ലും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരും. നമ്മൾ മുള്ളുക്കുറുമ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ പ്രധാന കാര്യം കൃഷിയും പിന്നെ നായാട്ടുമാണ് എൻ്റെ പ്രധാന കാര്യം. കാരണം ഇപ്പോഴൊക്കെ പറ്റില്ല, എങ്കിലും അതാണ് നമ്മുടെ പ്രധാന തൊഴിലുകൾ. വയനാട്ടിലെ ഏറ്റവും വലിയ കൃഷിക്കാരായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഗോവിന്ദേട്ടൻ ഈ അമ്പും വില്ലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഉണ്ടാക്കാൻ തുടങ്ങിയ ഞാൻ തലക്കിൽ ചന്ദ്ര ട്രോഫിക്ക് വേണ്ടി മത്സരിക്കാൻ പോയിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു അത്? വർഷം എനിക്ക് ഓർമ്മയില്ല. ഒരു 30-35-40 വർഷമായിട്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഈ ഫോറിൻ ബില്ലിൻ്റെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ ഒപ്പം തന്നെ ശരിക്കും പോയിന്റ് കൊള്ളിച്ചു. അപ്പോൾ അത് പഠിച്ച് അവിടെ നിന്ന് തന്നെ ആ സ്കെച്ചും പ്ലാനിങ്ങും വരച്ചുകൊണ്ടാണ്. വില്ലിൻ്റെ ഫോറിൻ ബില്ലിൻ്റെ വരച്ചു കൊണ്ടു. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കി.
ഉണ്ടാക്കി അങ്ങനെ പല അവരുടെ കുട്ടികളൊക്കെ കഴിയാൻ പോകും. ആ പിന്നെ നമ്മൾ മത്സരത്തിന് പോകുമ്പോഴൊക്കെ ട്രഡീഷണൽ തന്നെ കൊണ്ടുവന്നു, സാധാ വില്ല് സാധാ വില്ല് തന്നെ കൊണ്ടുവന്നു. ഈ വില്ലിൽ എത്ര ഇനം വില്ലുകളുണ്ട് ശരിക്കും? വില്ലിൽ നമ്മളിപ്പോൾ കവണയ്ക്ക് പോലെ ഉപയോഗിക്കുന്ന വില്ലുണ്ട്, ആ പിന്നെ ഈ എലിക്കണിക്ക് വെക്കുന്ന വില്ലുണ്ട്, പിന്നെ കണി വെക്കുന്ന വില്ലുണ്ട്. അപ്പം അങ്ങനെ പിന്നെ നായാട്ടിന് പോകുന്ന വില്ല്, ഇങ്ങനത്തെതൊക്കെയുള്ള വില്ലുകളേ ഉള്ളൂ. കണി പണ്ട് കവണ എന്ന് പറഞ്ഞാൽ അതിന് പകരം വില്ലിൽ തന്നെ. അതെ, തെറ്റ് വില്ല് എന്തോ അല്ല, എന്തോ ഒരു കവണ വില്ലെന്നാണ് ഞങ്ങൾ പറയാം അങ്ങനെ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കണക്കിൽ പറഞ്ഞാൽ, ഞാൻ ഈ 2016 മന്ത്രി എസ് മൊയ്തീൻ ഷാഫി മഠത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ സ്വയം പര്യാപ്തി നേടിയ ആൾക്കാരാണ്. ആ ആൾക്കാരെ ഇപ്പോൾ തെണ്ടികളാക്കി മാറ്റി രാഷ്ട്രീയക്കാർ. കാരണം എന്താ അറിയുമോ, അവർ അന്നൊന്ന് അവർക്ക് ഉണ്ടാക്കണം, അവരുണ്ടാക്കി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് അത് തന്നെ. ഇപ്പോൾ സമ്മിശ്ര വിള, ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്നതാണ്, ഇപ്പോൾ പുതിയല്ല. പണ്ട് ചാമ, മുത്താറി എന്ന് വേണ്ട സർവ്വ കാര്യങ്ങളും, കർത്തൻ, ഇതടക്കം കുന്ന് വെട്ടിപ്പിച്ച് തീയിട്ട് അവിടെ വയ്ക്കും, പിന്നെ കാവല് കടന്ന് ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് എല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ വിഷയമാണ്. പക്ഷേ ഞാൻ വ്യത്യസ്തമാണ്. കാരണം ഞാൻ ഇപ്പോഴും തന്നെ ഞാൻ രാവിലെ 7 മണിക്ക് എൻ്റെ അമ്പ് ബില്ല് ഉണ്ടാക്കുന്ന പണി തുടങ്ങും. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എനിക്ക് 2-3 മാസമായിട്ട് ഇപ്പോൾ കുറച്ച് ശിഷ്യന്മാരെ കിട്ടിയിട്ടുണ്ട്, 5-8 പേര്. അവരെന്തിനും തയ്യാറാണ്. പഠിക്കാൻ വന്ന അമ്പ് ബില്ല് ഇവിടെ ഇപ്പോൾ 2003 ഈ സ്ഥലത്ത് വന്ന് സ്ഥലം മേടിച്ചത്. 2003 ഞാൻ ഫാമിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. അവിടെ ഫാമിൽ തൊഴിലാളി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിട്ടയറായപ്പോൾ ഇവിടെ വന്നു, സ്ഥലം മേടിച്ച് ഇവിടെ കൂടി. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ വലിയ പ്രശസ്തിയൊക്കെ നേടാൻ. ഫാമിലി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി വിവരം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടപ്പോഴാണ് പിന്നെ വ്യാപകമായി പരസ്യം ചെയ്തവര്. ഗോവിന്ദേട്ടൻ ഈ കാലയളവിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടില്ല. കാരണം കഴിഞ്ഞ ഇന്ത്യക്കുള്ളിൽ തന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. 95 ഞാൻ ബനവാസിന്റെ കോച്ചായിട്ട് പോയി. രാജ്യത്തിന്റെ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ കാണാൻ വന്നിട്ടുണ്ട്. 60ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. 2013 മുതൽ. കാരണം 2012 ജർമ്മനിയിൽ നിന്നൊരു പ്രൊഫസർ വന്നിരുന്നു. അവർ എന്നെക്കുറിച്ചൊരു ബുക്ക് ഇറക്കാൻ പോകുന്നുണ്ട് അവർ ജർമ്മനിയിൽ, അവരെ ജർമ്മൻ ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് പകലിൻ്റെ ടൂറിസം സെക്രട്ടറി വന്നിട്ടുണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ എല്ലാ ഡയറക്ടർമാരും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് കാണും. ടൂറിസം മേഖല അവർ നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴും സപ്പോർട്ട്. എന്നെ കേരളത്തിലെ ഗുരുവായൂർ കേശവൻ എന്ന് പറയും അവർ. കാരണം എല്ലാത്തിൻ്റെ മുന്നിൽ എന്നെ പ്രദേശിച്ചു. കേരളത്തിൻ്റെ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും ഇവിടെ കൽപ്പറ്റ ഒന്ന് പ്രസംഗിച്ചവരും ഗോവിന്ദേട്ടൻ. അതുകൊണ്ട് ഞാൻ ഇത് മേടിക്കാൻ പോയപ്പോണ്ടല്ലോ എണീറ്റോ തുടങ്ങി അടിക്ക് ഇരിക്കുന്നവരെ കൈയടിച്ച ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു കൽപ്പറ്റ. അപ്പോൾ അല്ല, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും. പക്ഷെ എന്താണ്, നമ്മളെ ആൾക്കാർക്ക് എന്തോ. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ 2016 പോളണ്ടിൽ നിന്നാണ് ഷൂട്ടിങ്ങിന് വന്നത്. അപ്പോൾ അവർ 10 പേര് വന്ന് ഷൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പം എന്നെ എടുത്തോണ്ട് നടക്കായിരുന്നു കൂടെ. അപ്പോൾ ചേട്ടാ ഞങ്ങൾ കൊണ്ടുപോട്ടെ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഞാൻ ഈ പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ, കാട്ടിലെ പക്ഷികൾക്ക്. ഞാൻ വരുന്ന സമയത്ത് കണ്ടു കുറച്ച് അണ്ണാനും കിളികളൊക്കെ തീറ്റ അതിൻ്റെ കാര്യമുണ്ടല്ലേ. അതെ. ഇപ്പോൾ ദിവസം 1 കിലോ കേക്ക് ഒരു ബ്രെഡും ഇവർക്ക് വേണം, പിന്നെ പ്രാവിന് അരി വേറെ. അതൊക്കെ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആർച്ചറി മാത്രം, അമ്പയത്ത് മാത്രമല്ല, പ്രകൃതി സാധാരണയായിട്ട് ഈ നമ്മൾ ആർച്ചറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പബില്ല് ഉപയോഗിക്കുന്നത് വേട്ടയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നേരെ ഓപ്പോസിറ്റ് അല്ല. അതിനിടയ്ക്ക് എനിക്ക് 2014 ഒരു പള്ളി ലക്ഷം വന്നു. ഞാൻ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ടോ, എൻ്റെ ചേട്ടാ നിങ്ങൾ ഈ വേടവംശത്തിൽപ്പെട്ട ആള് പക്ഷിനെ പിടിച്ച് തിന്നുന്ന ആള് പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ ഒരു പോയിന്റ് ആയിരുന്നു. കാരണം അവർക്ക് അത്ര അതിശയം. കാരണം നമ്മളും പിന്നെ അന്യായമായി ഇറച്ചിയും മൃഗത്തെയൊന്നും വേട്ടയാടെങ്കിലും ഒരു പരിമിതി ഉണ്ട്. നമുക്ക് കേട്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറിച്ചരാണെങ്കിൽ അല്ലെങ്കിൽ ആർച്ചറി ഉപയോഗിക്കുന്ന വില്ലാമ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആവശ്യത്തിന് മാത്രമേ അവർ വേട്ടയ്ക്ക് പോയാൽ ആവശ്യത്തിന് മാത്രമേ അവർ പിടിക്കാറുള്ളൂ. അത് ഞാനിപ്പോൾ ചോദിച്ചു ഗവൺമെന്റ്, വയനാട്ടിൽ ഞങ്ങൾ നായാട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നാട്ടിൽ മൃഗം ഇറങ്ങുന്നത്. ഞങ്ങൾ നായാട്ട് പോയിട്ട് കിൻഡൽ കണക്കിറച്ചും തിന്നില്ല. കയറി വന്ന ഒരുത്തരം 2 കിലോ ഇറച്ചി കിട്ടും. അപ്പോൾ അത് ഇപ്പം നിരോധിക്കാന്നപ്പോൾ വില്ലമ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ അത് നമ്മുടെ വയനാട്ടിൽ തന്നെ പല സ്ഥലത്തും ഇപ്പോൾ കടത്തി കിട്ടുമല്ലോ. അത് എവിടുന്നാന്ന് ചോദിച്ചു. ഞങ്ങൾ പിടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് അവർക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ സാറുമാർ ആനപ്പുഴ IAS സാറായിട്ടും ഞാൻ പങ്കെടുത്തു. 2015 നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെയും ടൂറിസ്റ്റ് സെക്രട്ടറിമാരും മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെ അവിടെ പോയി. അവിടെ പോയപ്പം ഗോവിന്ദേട്ടൻ വന്ന് സേലിരിക്കാൻ പറഞ്ഞു. ഇന്ന് ഗോവിന്ദേട്ടനാണ് സംസാരിക്കേണ്ടതാണ്. ഞാൻ ഇതുവരെ സംസാരിച്ചില്ല അങ്ങനെ.
അപ്പോൾ ഗോവിന്ദേട്ടൻ എന്നോട് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇംഗ്ലീഷ് അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ നമ്മളിപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ട്യൂഷൻ ഡയറക്ടറായിരുന്നു വേണു സാറ്. അപ്പോൾ അങ്ങനെ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടി എന്നെ പുറത്ത് വന്ന് പറഞ്ഞു കാര്യങ്ങൾ അറിയാം. എനിക്ക് മലയാളം പോലും ശരിക്കും അറിയാത്തതാണ്. അപ്പോൾ വേണു സാർ പറഞ്ഞു, ഗോവിന്ദേട്ടാ പേടിക്കണ്ട, ഞാൻ വരുന്നുണ്ട്. അയാൾ നമ്മൾ ട്രൈബൽ ഡോക്ടറിൻ്റെ അടുത്താളാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ അപ്പം അങ്ങനെ ഡയറക്ടർമാർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, അവർ തരുന്ന പ്രോത്സാഹനം അത് തന്നെയാണ് നമുക്കിത് ചെയ്യാനുള്ള ഒരു ഇപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ്. എൻ്റെ അച്ഛൻ്റെ എത്രയോ പഴക്കമുള്ള ഒരു ഫോട്ടോ കിട്ടി. അച്ഛനാണ് എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്നത്. ഇപ്പം എനിക്ക് 8 പേരെക്കുട്ടിൽ അമ്പയും. എൻ്റെ മക്കളും ഒരുത്തം പാട്ടിയായി പോയി അമ്പയും, ഒരുത്തം ഇൻഡോർ പോയി അഖിലേന്ത്യ തരത്തിൽ 3ാം സ്ഥാനം കിട്ടി. അവൻ പോലീസിലപ്പോൾ. മറ്റവനിപ്പോൾ പിന്നെ ഇവിടെ താമരശ്ശേരി പിന്നെ കുന്നമംഗലം ബ്ലോക്കിൽ ഡ്രൈവറാണ്. ഗോവിന്ദേട്ടനിപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? എനിക്കിപ്പോൾ 70 വയസ്സ് തുടങ്ങി. 70 വയസ്സായി. 70 വയസ്സാണെങ്കിലും നമുക്കറിയാം ഇപ്പം നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട്, ആരോഗ്യമാണെങ്കിലും എല്ലാം നല്ല ഉഷാറാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയോടെ ആണെങ്കിൽ ജീവിക്കുന്നത്, ആർച്ചറിയിൽ ഇങ്ങനെ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഈ ആരോഗ്യം എപ്പോഴും നിലനിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് സംസാരിച്ചെന്ന് പറയാം, നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് അതിനെയാണ് ഈ മനസ്സിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് ഈ പുറത്ത് കാണാൻ പറ്റുന്നത്. എലിക്കണി പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മളെ ആൾക്കാരെ ഉണ്ടാക്കും. കാരണം കന്നുകൂട്ടുന്ന നമ്മൾക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ എന്നിട്ട് ഇതിൽ പോയി നിലത്ത് വെക്കും. അപ്പോൾ എലി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പോയി കഴുത്തിന് തറച്ചിട്ട് എലി ഓർത്താനുണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഡൽഹിയിലൊരു പരിപാടിക്കുണ്ട് ലോക ആദിവാസികളുടെ. അതിന് പോകാൻ വേണ്ടി വനവാസ കല്യാണം പറഞ്ഞിട്ട് ഉണ്ടാക്കിയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത് വലിയ ഉപകാരമായി. ഇതിപ്പം എത്താത്ത രാജ്യമില്ല, ഇത്രയ്ക്ക് ഇതായി. പിന്നെ ഇത് കണ്ടോ, ഇത് പണ്ട് തന്നെ തൂക്കുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് പൂണ്ട് കല്യാണത്തിന് മുളക് പൊടിയും ഉപ്പ് പൊടിയും വെള്ളമാണ്. കല്യാണത്തിന് നിങ്ങളുടെ ആചാരപ്രകാരമുള്ള കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് നിർബന്ധമാണ്. കാരണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഉപ്പും മുളകും വെള്ളം. ഇതിന്റെ പേരെന്താ? ഉപ്പുമരം അല്ലേ? ഇത് മരത്തും കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്? അതെ, മരം കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പണ്ട് ചോറ് കോരി ഇതൊക്കെ മരം കൊണ്ട് തന്നെ. അത് നമ്മളെ ഇപ്പോൾ കല്യാണത്തിന് ഉപയോഗിക്കുന്ന തൂക്കിന് പകരം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാട്ടും മുന്നിലാണ് നമ്മളെ വനവാസികൾ പണ്ട്. കാരണം അവർക്ക് അറിയാത്ത കാര്യങ്ങളില്ല, അറിയാത്ത ജോലിയില്ല. കാരണം എല്ലാ കാര്യവും അപ്പോൾ കാർഷിക ഉപകരണങ്ങളും എല്ലാ ഉപകരണങ്ങളും. അപ്പോൾ ഞാൻ ഫിലിപ്പീൻസിൽ നിന്ന് വന്നപ്പോൾ അവർ ചോദിച്ചു, പിന്നെ ഞങ്ങൾ സ്വയം പര്യാപ്തി നേടിയ ആൾക്കാരാണ്, വസ്ത്രവും ഉപ്പും മാത്രമേ വേറെ മേടിക്കൂ. അപ്പോൾ ഒരു സാഹിബ് വളരെ ശ്രദ്ധയോടെ നിൽക്കുന്നു. സാഹിബ് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഇരുമ്പുണ്ടാക്കുമെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഊരാളി കൊല്ലന്മാരുണ്ട്, കമ്മാരന്മാർ. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളുണ്ടാക്കും. നമ്മളിവിടുന്ന് 4 ഗോത്രങ്ങൾ ഒരു ഇതാണ്. കാരണം കുറുമ, പണിയ, നായ്ക്ക, ഊരാളിമാർ കലം പിന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ശരിയാക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, നല്ല അന്ന് എന്താ പറയുക. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ചെറുപ്പകാലത്തിൽ അന്നത്തെ സുഖം ഇല്ല. ഇപ്പം എൻ്റെ മുത്തച്ഛൻ സമയം നോക്കുന്ന രീതിയുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. വേണ്ട, ഉച്ചയ്ക്ക് ശേഷം ഈ വലത്തെ പെരുവേരിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ നിഴൽ നോക്കിയിട്ടാണ് പറയുക. ഉച്ചയ്ക്ക് മുമ്പേ ആണെങ്കിൽ ഇടത്തെ പെരുവേരിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ നിഴൽ വരുന്നതനുസരിച്ച് സമയം കറക്റ്റാണ്. കാരണം അത്രയും സൂക്ഷ്മതയോടുകൂടി അവർ ജീവിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം. ഓരോ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു കോഴിക്കോട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു PhD എടുക്കാൻ വേണ്ടി ഒരു കുട്ടി വന്നു. അപ്പോൾ അവർ മുളേനെക്കുറിച്ച് പഠിക്കാനാണ് വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മുള ഞങ്ങളുടെ അവയവം പോലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം കറക്കാൻ പാത്രം, പരമയാൻ, ആലുണ്ടാക്കാൻ എല്ലാത്തിനും മുള വേണം. നമ്മളൊരു അവയവം പോലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ അതൊക്കെ അന്യം തന്നു പോയി. അപ്പോൾ അവരെ ഒന്ന് പറഞ്ഞപ്പോൾ 40 തരം മുളയുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, അതിശയം. കാരണം അത് അത്രയ്ക്കും നമ്മുടെ ആൾക്കാർ ഉയർന്നു എന്നുള്ളതാണ്. അങ്ങനെ റിസർച്ചിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. കാരണം അവർ ഇപ്പോൾ ഞാൻ തന്നെ പല സ്ഥലത്തും സംസാരിക്കാൻ ഡിപ്പാർട്ട്മെന്റ് എന്നോട് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ കോഴിക്കോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ കഴിഞ്ഞ ഒരു കവർ കൊണ്ട് കീശിലിട്ടു. അപ്പോൾ അവിടെ നിന്ന് നോക്കാൻ പറ്റില്ലല്ലോ. ഞാനത് സ്റ്റാൻഡിൽ പോയി നോക്കുമ്പോൾ 4000 രൂപ. അപ്പോൾ ഞാൻ ഓഫീസറായിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സാറേ എനിക്ക് ഇത്രത്തോളം പൈസ? എൻ്റെ ഗോവിന്ദേട്ടാ, നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ടോ സദസ്സ്
ആരെങ്കിലും ശ്വാസം വിടുന്നുണ്ട്, അത്ര ശ്രദ്ധയാണ് അവർ. കാരണം അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ഒരാൾ ഒരു ചെറുപ്പക്കാരനൊരു പെണ്ണ് വന്ന് പറഞ്ഞു, ചേട്ടാ ഇനി മേലാൽ വിദ്യാഭ്യാസം ഇല്ലാന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ആദ്യം പറയും, ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, എനിക്ക് വിദ്യാഭ്യാസം വല്ലതും പറഞ്ഞിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ തുടങ്ങാം. അപ്പോൾ ഇനി മേലാൽ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു, പ്രൊഫസർമാർ വന്നാൽ ഈ സദസ്സൊക്കെ കലവേലിയൊക്കെ ഉണ്ടാവും. കോഴിനാട്ടിൽ സംസാരിക്കുക കണ്ടില്ല, എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നു. കാരണം നമ്മുടെ അനുഭവമാണ് പൂർവിക ജീവിതത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും അനുഭവങ്ങൾ പറിക്കുക. അപ്പോൾ വന്നതാണെങ്കിൽ സുഖം. ഈ എക്സർസൈസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതായത്, നമ്മളെ ഭൂമിയൊക്കെ എടുത്ത് അവർ പണിക്കാർക്ക് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഇതായത്. പിന്നെ എല്ലാവരും പറയും ആദിവാസി നന്നാവില്ലാന്ന്. ആദിവാസിക്ക് അങ്ങനെ മോഹമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ രോഗം മുഴുക്കെ വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ എന്തായത്, അവസാനം കൈ രണ്ട് പുറത്തേക്ക് ഇട്ടാൽ പോയത്, കയ്യിലൊന്നും കൊണ്ടുപോകില്ല. പിന്നെ എന്തിനാണ് മത്സരം, ആർക്ക് വേണ്ടി? ഇപ്പം നമ്മളെ പൂർവികരൊക്കെ നമ്മൾ അവരവർക്ക് വേണ്ടി. ഇപ്പം ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ അവനായി അവൻ്റെ പാടായി, അവൻ്റെ ജീവിത മാർഗ്ഗം അവൻ കണ്ടോളൂ. ഇതിപ്പോൾ നമ്മുടെ കോഴ്സിന് ഉപയോഗിക്കുന്ന വില്ലോമ്പാണ്. ഇതാണല്ലേ, ഇത് ഇത്ര വലിപ്പം വേണ്ട. ഇത് ഞാനും മരം ഉണ്ടായപ്പോൾ പിന്നെ അത് എൻ്റെതായിട്ടൊരു മോഡൽസ്. ഇതെന്ത് മരം കൊണ്ട് നിങ്ങൾ ഇതിപ്പോൾ ചീമക്കൊന്നേൻ്റെ കാതല്. കാരണം ചതുരൊടിക്കില്ല, ഒന്നും ആവില്ല. പിന്നെ തേക്ക് പോലെ പണിയാൻ സുഖമാണ്. തേക്കിനെക്കാട്ടും നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പണിയൊക്കെ എടുക്കുന്നത്? അതെ, എല്ലാം ഞാൻ തന്നെ. ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ ഇതിപ്പോൾ പെയിന്റ് അടിച്ച് നല്ല ഗുമ്മാക്കാം. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ ഗോവിന്ദൻ നാച്ചുറലായി കൈ കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ. അപ്പോൾ ആ നാച്ചുറൽ തനിമ നിലനിൽക്കാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ ഈ ഇതേ വില്ലുമ്പം 7 വിദേശ രാജ്യത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വലിയ മോഡേൺ ഉണ്ട്. പക്ഷേ എങ്കിലും അവർക്കത് അത്ഭുതം. നമ്മുടെ ചീമക്കൊന്നല്ലാതെ വേറെ ഏതും കൊണ്ട് ഇതുണ്ട്, ഇത് പ്ലാവിൻ്റെ കാതല. ഏത് മരം ഉപയോഗിക്കാം, അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ചീമക്കൊന്നീ തേക്ക് ഇതൊക്കെ പണിയാൻ സുഖമാണ്, നല്ല ഗ്ലേസും കിട്ടും. അതുകൊണ്ട് അത് ബാക്കി അതിന്റെ ഡിസൈൻ മാത്രം, മരം മാത്രമല്ല മാറുന്നുള്ളൂ, ഡിസൈനൊക്കെ സെയിം തന്നെ. ബാക്കി ഇത് അലകും ഉപയോഗിക്കാം, കഴുങ്ങും ഉപയോഗിക്കാം. നേരത്തെ അല്ലേ? നേരത്തെ ഇത് ഊരി ചെറുതാക്കി കൊണ്ടാകാം. ശരി, ഊരി ചെറുതാക്കിയിട്ട് നമുക്ക് എവിടെ ഉണ്ടെങ്കിൽ കൊണ്ടാകാം. ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ ഉള്ള ചെറിയ ഇതൊക്കെ കുട്ടികൾക്ക്, അവർക്ക് കൂടുതൽ വെയിറ്റ് പാടില്ലല്ലോ. പിന്നെ അത് മുകളിലത് കൊണ്ടിട്ട് ഞാൻ തന്നെ ഇതിന് ഇപ്പോൾ ചീമക്കൊന്നും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ബാക്കി മരം ചെന്നപ്പോൾ ഞാൻ ഇങ്ങനൊരു ഡിസൈൻ കൊടുത്തു. അപ്പോൾ എങ്ങനെ കൊടുത്തപ്പം അപ്പോൾ അങ്ങനെ ഓരോന്നും കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഐഡിയ വരും. അപ്പോൾ കഴിഞ്ഞ നമ്മളെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അനിൽകുമാർ സാർ ടൂറിസം മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത് വേറൊരു മോഡല്. കാരണം ഈ മോഡൽ ചെയ്യുന്നത് എന്താ അറിയാം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു പുതിയ വേണമല്ലോ. അപ്പോൾ അതുവേണ്ടി ഒരു പുതിയ മോഡലൊക്കെ ചെയ്ത് ഇതെടുത്ത് പോകുമ്പോൾ ഒരു ഗമാൽറ്റൊക്കെ വേണമല്ലോ. ഇപ്പോൾ അമേരിക്കൻ വില്ലിന് 1.25 ലക്ഷം റുപ്യാണ് വില. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ 80,000 70,000. ഇപ്പോൾ ഇതിൻ്റെ പേരക്കുട്ടീൻ്റെ വില്ല, അവൻ്റെ 4-5 വയസ്സുള്ള പേരക്കുട്ടീൻ്റെ. അവന് ഇതിപ്പോൾ ബാഹുബലി വില്ലുവാണെന്നാണ്. അപ്പം അങ്ങനെ ബാഹുബലി അവൻ, ഞാൻ തന്നെ അതിശയപ്പെട്ടു. അവൻ 3 അമ്പൊക്കെ ഒരുമിച്ച് വിടും. പഠിപ്പിച്ചിട്ടില്ല, അവരെ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും അവരുടേതായ ഇതാണ്. നിങ്ങൾ സാധാരണ ഇത് വില്ല് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടോ? പിന്നെ ആവശ്യക്കാർ ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ വയ്യാത്ത കുഴപ്പമുള്ളൂ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് 10 വില്ല് വേണം, തിരുവനന്തപുരത്തേക്ക് 10, കാസർഗോഡേക്ക് 10. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്? വേറെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ, പണിക്കാരായിട്ടോ? അല്ലെങ്കിൽ എനിക്ക് കുറെ ശിഷ്യന്മാരുണ്ട്, അവരിതെല്ലാം പഠിക്കണല്ലോ. ഞാൻ കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കണല്ലോ. മക്കളൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇപ്പൊ പുതിയ ശിഷ്യന്മാർ എല്ലാം ഉണ്ടാക്കും. അതിലേറെ പ്രത്യേകത ഇതുണ്ടോ, ഇതെന്താ സാധനം? ഇത് നമ്മൾ ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് കോഴിനാട്ട വയനാട്ടിൽ വരുന്നവരൊക്കെ വയനാട് മെയ്ഡായിട്ട് നമുക്ക് കൊടുക്കണം. ഇപ്പോൾ രാജസ്ഥാനിൽ പോയാൽ വാളും പരിചയം, നേപ്പാളിൽ പോയാൽ അവരുടെ ഗുർക്ക കത്തി. ഇപ്പോൾ വയനാട്ടിൽ വരുന്നവർക്കൊക്കെ ഇതേപോലെ സോക്കസ് എടുക്കുന്ന വില്ലുമ്പോൾ ഇതിപ്പോൾ ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയാൽ വാങ്ങാനാളുണ്ട്. നമ്മൾക്ക് സ്വയം തൊഴിലായി. ഈ കൊറോണക്കാലം ഗോവിന്ദേട്ടൻ എങ്ങനെയും ബാധിച്ചിട്ടുണ്ട്? ഒരു തരത്തിലും ബാധിച്ചില്ല. കാരണം എന്താ അറിയാം, ഞാൻ കൊറോണ കാലം രാവിലെ 7 മണിക്ക് പണിക്കിറങ്ങും, ഓരോ വില്ലും ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് ശിഷ്യന്മാരെ കിട്ടുകൊണ്ട് അവർ സാധനങ്ങൾ കൊണ്ടുവരും. അമ്മിൻ്റെ കോല് കൊണ്ട് ഞാൻ പോയിട്ട് കിട്ടുന്നില്ല, അത്രയും നല്ല കോലൊക്കെ വെട്ടിക്കൊണ്ടു. കാരണം അവർ ആകെ താല്പര്യമുണ്ട്. ഇപ്പം വളരെയധികം സന്തോഷവാനാണ്. കാരണം ഒരാൾക്ക് ചെയ്യാനുണ്ടല്ലോ, അതിനൊക്കെ എന്തിനൊരു സമയം ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ പ്രചാരം വന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ 59 വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചു, 7.5 കൊല്ലം വണ്ടി ഓടിച്ചു. അപ്പോൾ നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല. മനുഷ്യൻ വിചാരിച്ചാൽ നേടാത്തതും സാധിക്കാത്തതും ഒന്നുമില്ല. അപ്പോൾ അത് നേടണം.
നമ്മുടെ പണ്ടത്തിൻ്റെ ആദ്യം ആൾക്കാരുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കോഴിക്കോട് നാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സോക്കസിലെക്കുന്ന ഒരു വില്ല എനിക്ക് തരണം, ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ പല മോഡലും ആയിട്ട് അപ്പോൾ ആ ചുമരിൽ കണ്ടു വെച്ചിരിക്കുന്നത്. മുക്കത്തുനിന്ന് ഒരാൾ ഒരു കൂട്ടി വന്നത് 5 പേരും. അവർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പുതിയ വീട് പണിയാ, 2 ഭാഗത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടി ട്രഡീഷണൽ വില്ലുണ്ടാക്കി തരണം. അപ്പോൾ അവരുടെ ആഗ്രഹം കൊണ്ട് എന്നറിയാം, സായിൽ നമുക്ക് ഇതേപോലത്തെ ഇങ്ങനത്തെ വില്ല് കൊണ്ട് മത്സരിക്കാം ഇന്ത്യയിൽ. അല്ല അവർ അത് പാസ്സാക്കി. കാരണം എന്താ അറിയാം, ഇതാണ് വൈയക്തം, കഴിവ്, അല്ലാതെ യന്ത്രവൽക്കൃത അമ്പും ബില്ലല്ല. ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ബോറിംഗ് ബില്ലാണെങ്കിലും അതിനൊക്കെ എൻ്റെതായ ഒരു മോഡൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെ, എൻ്റെതായ ഒരു പ്രത്യേകത അതിലുണ്ടാവും. അപ്പോൾ അല്ലാതെ ഒരു തന്നെ പിന്നെ നമ്മൾ അനുകരിച്ചല്ല ഉണ്ട്. നമ്മുടെ കഴിവ് എന്തെല്ലാം ചെയ്യും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ഓരോ ഇതിനൊക്കെയാണ്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ എൻ്റെ പേരക്കുട്ടി പറഞ്ഞോ, മുത്തച്ഛ ബാഹുബലി വില്ല് വേണമെന്നാണ്. അപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു. 3 അമ്പൊക്കെ ഒരുമിച്ച് വിടുക. 4 ഇപ്പോൾ 7 വയസ്സായി. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമുണ്ടായി. ഒരിക്കൽ സാഹിബും കുട്ടിയും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലായി, അച്ഛനമ്മയും പറഞ്ഞു കൊടുത്തു, മനസ്സിലാവുന്നില്ല. അന്ന് എൻ്റെ പേരക്കുട്ടിക്ക് 3.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഇവനെ കൊണ്ടെങ്കിൽ എഴുതിക്കാന്ന്. അവൻ എഴുതപ്പോൾ മറ്റേ കുട്ടി പഠിക്കും. വേഗം സാഹിബ് നിങ്ങൾ നല്ല മാഷാന്ന് പറഞ്ഞിട്ട് $5 എടുത്തു തന്നെ. കാരണം അപ്പോൾ ടെക്നിക്ക് പ്രയോഗിച്ചല്ലോ. അപ്പം പഠിഞ്ഞു മറ്റേ കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ നമ്മളെ കുട്ടികൾക്കൊന്നും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. നമ്മൾ ആ പരമ്പരാഗതമായ ആ രക്തത്തിൽ അതുണ്ട്. അപ്പം അങ്ങനെ അത് ഇതാണ് നമ്മളെ കത്യമ്പ്. കത്യമ്പ് നമ്മുടെ കത്യമ്പിൽ എങ്ങനെയാണ് സ്റ്റീലിൻ്റെ കോതി വരികയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു പരീക്ഷണം നടത്തിയ, കാരണം ഓട കാച്ചെടുക്കണമെങ്കിൽ ഭയങ്കര വിഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓടുണ്ട്, ഇത് അലുമിനിയത്തിൻ്റെ കനം കുറഞ്ഞ ഇതാണ്. അപ്പോൾ ഒരു പരീക്ഷണം നടത്തി നോക്കുമ്പോൾ നല്ലതാണ്. പിന്നെ ഇത് അങ്ങനെ ഇതാ ചെയ്തു. പിന്നെ തൂവൽ ഒട്ടിക്കുന്നത് പശു വെച്ചിട്ട്, കാരണം നമുക്ക് മറ്റേ ക്ഷമ കുറവുകൊണ്ട് അങ്ങനെ ഒട്ടിക്കുന്ന. പിന്നെ ഇത് തന്നെ കണി ഉണ്ടാക്കാം, എല്ലാ രീതിയിലും അത് ചെയ്യാം. പിന്നെ അത് ഇതെന്തിനാ ശരിക്കും ഉപയോഗിക്കുന്നത്? ഈ അമ്പലത്തിൽ ഇത് വേട്ടയാടാൻ മാത്രം ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്ട് ഇതാ, ഇത് സ്പോർട്സിന് ഉപയോഗിക്കുന്നതാണ്. സ്പോർട്സിന് തന്നെ വളരെ കനം കുറഞ്ഞ് വേണം. ഇത് ഒരു ബുള്ളറ്റ് എന്ന് പറയും, 4 ഇഞ്ചിൻ്റെ അമ്പിൻ്റെ മോനെ പോലെ. ഇത് ഞാനിപ്പോൾ കൽക്കട്ടന്ന് വരുന്ന. അപ്പോൾ കൽക്കട്ട എന്ന് വെച്ചാൽ എൻ്റെ വരുമാനം അവിടെ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിമാനത്തിൽ പോകുന്നൊരു പൂതി. അപ്പോൾ അവർ കൂടെ പോയി, അവിടെ ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പോയി അവിടെ കടയിൽ പോയി മേടിച്ചു. അപ്പോൾ അവർ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ 40 ഉറുപ്പ്യ കൊടുക്കണം ഒരു ഇൻഡസ്ട്രിയിൽ ഇത് ചെയ്യണമെങ്കിൽ. പക്ഷെ അവിടെ 3 ഉറുപ്പ്യ കൊണ്ട് 300 ഉറുപ്പ്യ മതി 100 എണ്ണത്തിന്. അപ്പോൾ പിന്നെ അവർ ഈ അമ്പും ഒക്കെ അവരവിടെ ഉണ്ടാക്കുന്ന ഇതും കണി അങ്ങനെ തന്നെ. കണി അവർ അവിടെ നിന്ന് മേടിക്കുന്നത് 100 എണ്ണത്തിന്. അത് 1.60 ഏറ്റേ ഉള്ളൂ. അതെന്താ പ്രത്യേകത വെച്ചാൽ ഈ കണി നമ്മളെ ഞാനിന് പോരാ. ഇത് 4 ബില്ലിന് നെയ്യാനേ പറ്റും. കണി വളരെ ചെറുതാണ്. തൂവലൊട്ടിക്കുന്നതല്ലേ? തൂവലൊട്ടിക്കുന്നതന്നെ. അവരെ തൂവലൊട്ടിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്, നല്ല രസമാണ്. അപ്പോൾ ഇതുണ്ടോ, അത് അവർ തൂവലൊട്ടിച്ചാണ്. ഇതുണ്ട് എന്തൊരു കസമൊക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ടുവന്നാണ്. അതെ, അവിടെ ഞാൻ വിമാനത്തിൽ തന്നെ കൊണ്ടുവന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ പോയി ഞാൻ തരും. ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടാൽ അയച്ചു തരും. പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ മറ്റേ ഇത് ഞാൻ ഇവിടെ കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിയ കൊല്ലനെ കൊണ്ട് അത് 25 ഉറുപ്പ്യ ഒന്ന് ഉണ്ടാക്കിയോ കാരണമെങ്കിൽ. അത് സ്പോർട്സിനെ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല.
കാരണം ഇതിപ്പോൾ എഴുതി ഇതിന്റെ ഇത് ഫുള്ളും ഓടയും കൊണ്ടുതന്നെ അല്ലേ? ഓടയുണ്ട്. ഓടയും കൊണ്ടുതന്നെ ഈ ഓട ഉണ്ടാക്കാനാണ് ഏറ്റവും വലിയ പണി. പണിയല്ലേ? ഇത് കാച്ചി എടുക്കണം. വളച്ചാൽ വളയാനും പാടില്ല, ഒടിച്ച് ഒടിയാനും പാടില്ല. ശരി. അപ്പോൾ ആ പരുവത്തിൽ കാച്ചി എടുക്കണം. ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മളെ നായട്ട് ഉപയോഗിക്കുന്ന വില്ല്. മുള കൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതാണ് നമ്മളെ പിന്നെ 2 കത്തിയമ്പും 1 മുട്ടമ്പാണ് ഒരു ഇളക്കുന്ന ആളെ കൂടെ ഉണ്ടാകുക. അതാകുന്ന കടവ് നിൽക്കുന്ന ആളെ കൂടെ 2-3 കത്തിയമ്പ് ഉണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുത്തനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കടവ് നിൽക്കുന്ന അമ്പ് കൊള്ളിക്കാതിരിക്കില്ല. കാരണം അത്രയ്ക്കും ഈ വിൽപ്പാടകലെ 3 അമ്പും പ്രയോഗിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ വേഗത എന്തായിരിക്കും. ഒരു വിൽപ്പാടകലെ ഏറി വന്നാൽ 7 അടിയോ ഒരു വില്ലുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ 3 അമ്പ് പ്രയോഗിക്കുന്നതിൽ അതിൻ്റെ കഴിവ് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്രയ്ക്കും കഴിവുള്ളവരും സമർത്ഥന്മാരും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇത് തന്നെ ട്രൈബൽ കൊല്ലം തന്നെ ഉണ്ടാക്കണം. ഇതല്ലേ മറ്റേ കൊല്ലന്മാരുണ്ടാക്കിയാൽ ശരിയല്ല. ഈ ട്രൈബൽ കൊല്ലന്മാർ കമ്മാരന്മാർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കമ്മാരന്മാർ അവരുണ്ടാക്കിയാലേ ഇതിൻ്റെ ഇതൊക്കെ നല്ല കിട്ടും. അപ്പം എല്ലാം അങ്ങനെ. ഇത് പിന്നെ പക്ഷീനൊക്കെ പിടിക്കാൻ മുട്ടമ്പ്, പക്ഷീൻ്റെ മുയലിനൊക്കെ പിടിക്കാൻ മുട്ടമ്പ് അങ്ങനെ ഉപയോഗിക്കും. ഈ കുറിച്ചരുണ്ടാക്കുന്ന വില്ലും ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന വില്ലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഉണ്ടല്ലേ? കാരണം എന്താ അറിയോ, ഇപ്പം ഞാൻ അവരുണ്ടാക്കുന്ന വില്ലാണ് ഞാനിതൊരു ഗവേഷണം പോലെ നടത്തി. കാരണം ഞങ്ങളുടെ വില്ല് മുരന്തല ഭാഗം, മുരന്തല നല്ല കടഭാഗം ശരിക്കും വളയില്ല. ഇളന്തല ഭാഗമാണ് കൂടുതൽ വളയുക. പക്ഷെ കുറിച്ചര വില്ല് അങ്ങനല്ല. കുറിച്ചര വില്ല് 2 ഭാഗവും വളയാം. 2 ഭാഗവും വളയുന്ന വില്ലാണ് നമുക്ക് ചെയ്യാൻ നല്ലത്. നല്ല പോയിന്റ് കിട്ടും. അപ്പം ഞാനിതിൽ പിന്നെ എല്ലാവരും കുട്ടികളെ അറിയാത്തവരും അറിയാതൊക്കെ ഞാൻ അടുത്ത് പോയി ഓരോരുത്തർക്ക് ഓരോ പൊസിഷനാണല്ലോ, അതൊക്കെ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ 2 ഭാഗവും ശരിക്കും വരണം, എന്നാലേ ആ ബില്ലിനും ഇത് കിട്ടുള്ളൂ, നാളെ പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 10-60 വർഷമായ ബില്ലാണ്. ഇത് 60 അല്ല, എൻ്റെ പൊട്ടിപ്പോയി വരയ്ക്കുമ്പോൾ. അപ്പോൾ അത്രയും പഴക്കങ്ങൾ ഉണ്ട് നമ്മളെ ബില്ലുകൾക്കായിട്ട്. അപ്പോൾ ഇത് നാശാവാതെ ഇരിക്കാൻ എന്താ നിങ്ങൾ ചെയ്യുന്നത്? അടത്ത് വെക്കും. നായിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റൂമേ ഉണ്ടാവുള്ളൂ പണ്ട്, അടുക്കളയും എല്ലാം കൂടി. അപ്പോൾ അതിൻ്റെ അട്ടത്ത് തന്നെ നായിട്ട് കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് വെക്കും. പിന്നെ നായിട്ടിനൊക്കെ ഉപയോഗിക്കും. അല്ലാതെ പിന്നെ വേറെ ഈ സർവർ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന പോലെ ഇല്ലല്ലോ. ഇത് അമ്പും തള്ള എന്നാ പറയാം. അമ്പും തള്ള അമ്പരം നോക്കുന്ന തള്ള. അപ്പോൾ അമ്പും തള്ള അമ്പിലിട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് അമ്പും തള്ള എന്ന് പറയാം. ഇതിങ്ങനെ ഓരോ വീട്ടിലും ഉണ്ടാവും. ഇതിപ്പോൾ പുതിയ സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന അമ്പും വില്ലാണ്. ശരി. ഇതിപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മരുമകൻ കൽക്കട്ട എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കൽക്കട്ട പോയിട്ട് ഞാൻ കുറച്ച് അവിടെ ഞാൻ എല്ലാ സംഗതിയും നോക്കി. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ വയനാട്ടുകാരെ വില്ലാണ് ഏറ്റവും നല്ല വില്ല്. അതെങ്ങനെ പറയാൻ കാരണം എന്താ? പറയാൻ കാരണം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം പോയി കണ്ടതുകൊണ്ടായിരിക്കും അല്ലേ? അതെ, കണ്ടു മനസ്സിലാക്കി. അതിനെക്കുറിച്ച് മനസ്സിലാക്കി. നമ്മളെ വയനാട്ടിലുള്ള ആദിവാസികളുടെ വില്ലാണ് ഏറ്റവും നല്ല വില്ല്. മറ്റുള്ള ഒരു ദിവസം കൽപ്പറ്റ ഈ തലക്കൽ ചന്ദ്ര ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ആന്ധ്രയിൽ നിന്ന് ഒരു പെണ്ണ് വന്നു. ആന്ധ്രയിൽ നിന്ന് പെണ്ണ് അവളുടെ വില്ല് കണ്ടാലല്ലോ ഒരു മുള കഷ്ണം വേറെ 2-3 കഷ്ണം കൂട്ടി ഒരു വില്ല്. അപ്പോൾ വിശ്വാസം സാറുണ്ടായിരുന്നു അന്ന് കൃത്താർ ഡയറക്ടർ. അപ്പോൾ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പമ്പ് ചെയ്യാം. അന്ന് എൻ്റെ അച്ഛനുണ്ട്, നമ്മളെ കുറിച്ച് മുത്തന്മാരൊക്കെ കുറേ ഉണ്ട്. അവള് പമ്പ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഒരു ചതിവും ഇല്ല, ബലവും ഇല്ലാത്തൊരു വില്ല്. വന്ന പെണ്ണാണ് ആന്ധ്രയിൽ നിന്നാണ്. അവർ അമ്പ ചെയ്തപ്പോണ്ടല്ലോ റോക്കറ്റ് വിട്ട പോലെ. അതിന് ഞാൻ മനസ്സിലാക്കിയ എന്താ അറിയാം, നമ്മളെ പരിശീലനമാണ്, വില്ലിൻ്റെ ബലമല്ല, പരിശീലനം. അപ്പം ദൈനംദിനമായ പരിശീലനം കൊണ്ട് ചെയ്യുന്നത്. അന്ന് ഈ വയസ്സായ അച്ഛനൊക്കെ എല്ലാവരും അന്തം വിട്ടു. കാരണം അമ്പ അത്രയ്ക്ക് 30 മീറ്ററിൽ പോയി പോയിന്റ് കൊള്ളിച്ചു. അപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും, അവർ പരസ്യം കണ്ടു വന്നാണ്. അപ്പോൾ അത്രയ്ക്കും നമ്മൾക്ക് നൈപുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നായാട്ട് നെയ്ത പോലെയല്ല. സ്പോർട്സ് നെയ്യുമ്പോൾ സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ പൊസിഷൻ ഉണ്ട്, എല്ലാ തരത്തിലും പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നായാട്ടം ഇല്ലെങ്കിലും നമ്മളെ തലമുറ ഇത് നിലനിർത്തണമെങ്കിൽ നമ്മളിത് പഠിക്കണം, പുതിയ മോഡൽ ചെയ്യണം. അപ്പോൾ നായാട്ടില്ലെങ്കിൽ മത്സരിക്കാൻ പോകണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ അമ്പും ബില്ലും വെച്ചുകൊണ്ടല്ലേ എന്നെപ്പോൾ ലോകം മുഴുക്ക അറിയുന്നു. എനിക്ക് പല രാജ്യത്തു നിന്നും നമ്മളെ ആൾക്കാർ വിളിക്കുന്നു, മറ്റുള്ള ആൾക്കാർ വിളിക്കാത്ത ഭാഷ അറിയാത്തുണ്ട്. ഇന്നാളിപ്പോൾ ഇസ്രായേലിന് ഒരു ടൂർ ഓപ്പറേറ്റർ തിരഞ്ഞു വന്നു. അത് നെല്ലാറൊക്കെ പോയി അവസാനം എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർ വന്നു. അവർക്കൊക്കെ ഇവിടുത്തെ വഴി അറിയാം.
ഇത് ലോക മാപ്പിൽ എൻ്റെ വീട്ടിലുണ്ട്. കാരണം അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്തതാണ്. അപ്പോൾ അത്രയ്ക്കും ഇതാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ഒരു ട്രാവലായിട്ട് പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് സായിമാർക്കൊക്കെ വട്ടാണ്. കാരണം ഈ 2 കത്തിയമ്പോ ഒരു മുട്ടമ്പ് കാണാൻ വരുന്നത്. അപ്പോൾ ആ സാർമാർ പറഞ്ഞു ഗോവിന്ദേട്ട വട്ട്. കാരണം ഗോവിന്ദേട്ട അവർക്ക് ഇതൊക്കെ ഭയങ്കര അതിശയമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഡൂപ്പണ്ണല്ലോ, ഒറിജിനലായിട്ട് ചെയ്യല്ലേ. അപ്പോൾ അവർക്കത് ഭയങ്കര അതിശയം. ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് പിന്നെ ഞാൻ പ്രശ്നമായിട്ട് ചോദിക്കും, സാറുമാർ നിങ്ങളൊക്കെ ഇത്ര ഇതൊക്കെ 3 PhD എടുത്ത ആളുണ്ട്. ഞാൻ നിന്നോട് മാത്രം ഞങ്ങൾ സംസാരിക്കില്ല. കാരണം നീ പ്രാക്ടിക്കലായി എല്ലാം പഠിച്ചവനാണ്. അപ്പോൾ അതിന് അനുഭവം എന്ന് വെച്ചാൽ വയലിലൊരു കുളം കുത്തിയ സമയത്ത് ആ കുളം ഇടിച്ചു പോവുക. 10 ആളെ പണിയായി. കാരണം ഈ പ്രൊഫസർക്ക് ആകെ പ്രശ്നമായി. അപ്പോൾ എനിക്ക് പലതും അറിയാമെന്നുള്ള അവർ പ്രൊഫസർമാരുടെ ഇടയിൽ ഭയങ്കര അറിയാം. എന്താ ചെയ്യുക, ഞാനിങ്ങനെ പെട്ടുപോയി. അതൊന്നും സാരല്ല സാറേ തന്നെ. നീ എന്താ എല്ലാം സാരയില്ലാന്ന്. എൻ്റെ സാറേ, പണ്ട് എൻ്റെ പൂർവികന്മാരൊക്കെ പ്രകൃതിയെ പ്രതികരിച്ചത് നമ്മളെ എഞ്ചിനീയർമാരുണ്ടായിട്ടൊന്നല്ല. നീ എന്താ ചെയ്യുമ്പോൾ നമ്മൾ പാമ്പിൽ കുളത്തിൽ ഇഷ്ടംപോലെ ഫോറസ്റ്റിൽ മുളകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അടിയനെ ഞാൻ പടുത്ത് 4 ഭാഗവും മെടഞ്ഞു കയറ്റും. അത് പറഞ്ഞപ്പോൾ അയാൾക്ക് പ്രൊഫസർക്ക് സന്തോഷമായി. വേഗം അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ നിനക്ക് എത്ര ആൾ വേണം? ഞാൻ കൂടെ 4 പേരാണ് ഞാൻ പറയുന്ന ആൾക്കാർ, മെടയുന്ന പൊളിക്കാനൊക്കെ. അങ്ങനെ ഇത് കയറ്റി മെടഞ്ഞ് 4 ഭാഗവും മെടഞ്ഞ് 15 കൊല്ലത്തോളം ഒരു കുഴപ്പമില്ല. അത് ശരി. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഒരു സർവകലാ വല്ലവനോടുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഇതൊക്കെ എൻ്റെ പൂർവികർ അറിയുന്നതിൻ്റെ 1/4 ഭാഗം എനിക്കറിയുള്ളൂ. കാരണം അവരന്ന് അതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഉമാശങ്കർ എന്ന് പറഞ്ഞ പ്രൊഫസർ വന്നു, അമരിൽ വന്നു. അപ്പോൾ ഞാനൊരു ടെക്നിക്ക് വർക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഇയാളാണ് അയാളില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറെന്താ അങ്ങനെ പറഞ്ഞു വെച്ചു. നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ 3 മാസം എനിക്കെന്താ പുറത്തേക്കാന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആനേൻ്റെ വിലയല്ല, ഞങ്ങൾ പ്രൊഫസർമാരുടെ ഇടയിൽ നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ അവരെ തന്നെ അത്രയും ഇതാണ്. നമ്മൾ നമ്മുടെ കഴിവുകൾ അവരെ മുന്നിലും മുന്നിൽ പ്രദർശിപ്പിക്കണം. ഇപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കുന്നു, നീ വിചാരിച്ച പാമ്പ് വന്നോ പോകുന്നു. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഞാൻ പുറമെ കൂലിപ്പണിക്ക് പോയാൽ എൻ്റെ പകുതി പണിയെടുത്താൽ മതി അവിടെ. അപ്പോൾ നമ്മുടെ പണ്ട് മുതലേ അങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ട് ഒരു കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും ഒന്നുമില്ലല്ലോ. ഇപ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഡോക്ടർമാർ വിദേശത്ത് നിന്നൊക്കെ വരുമ്പോൾ ആളുമ്പോൾ 100 പേര്. അപ്പോൾ ഞാനെനിക്ക് എഴുതുമ്പോൾ ചോദിക്കും, നല്ല മനുഷ്യർ കുറേ എല്ലാവരും, എന്തിനാ സാർ ഇത്രയും പൈസ? അവർ തരുന്ന പൈസ പിന്നെ ഞങ്ങൾ എടുക്കാൻ പറ്റുമോ? ആ ഗോവിന്ദേട്ടന് തരുന്ന പൈസ ഗോവിന്ദേട്ടൻ തരും. അങ്ങനെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ എല്ലാ തരത്തിലും അവിടെ ഞാൻ പറയും, ഇപ്പം എനിക്ക് വിദ്യാസമ്പന്നരെ പുച്ഛമാണ്. വിദ്യ അഭ്യസിക്കുന്ന എന്താണ്? തെറ്റ് ചെയ്യാതിരിക്കാൻ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാതിരിക്കാം. ഇന്ന് നടക്കുന്ന ഞാൻ ചിന്തിക്കട്ടെ, ഇവിടുത്തെ IAS കാരനും ഇവിടുത്തെ IPS കാരനൊക്കെ 15% അവരുടെ ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ നാടെന്നോ നന്നായി പോവില്ലേ? ഇതിനൊക്കെ അറിയാം വിദ്യാഭ്യാസം വേണ്ട. അപ്പോൾ എന്താ അറിയോ, വിദ്യാഭ്യാസം നേടിയ അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ സമയത്ത് ഇങ്ങനെ പറയും, വിദ്യാഭ്യാസം സമ്പന്നരെ പുച്ഛമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവർ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ പറ്റുമെന്നാണ് വിദ്യാഭ്യസിക്കുന്നത്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനം ചെയ്യാമെന്നല്ല. അതേപോലെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും നല്ല മനുഷ്യർ കുറേ ഉണ്ട്. ഇപ്പോൾ 2014 ഞാൻ എറണാകുളം മീറ്റിങ്ങിന് പോയപ്പോൾ ഇലിങ്ടൺ ഹൈലാൻഡിലാണ് പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ അമ്പ് തോന്നിക്കുക, നോക്കുമ്പോൾ അമ്പ് പോയ ചില്ലുമേൽ തട്ടുക. അപ്പോൾ ഒരു വയസ്സം വന്നിട്ട്, ആ വലിയ അമ്പ് ഒന്ന് തരുമോ എനിക്ക്? അപ്പോൾ സാറ് എഴുതോളം പറഞ്ഞു, എനിക്ക് അമ്പ് ചെയ്യണ്ട, ആ വില്ലമ്പെടുത്ത് എനിക്കൊന്ന് ഫോട്ടോ എടുക്കാനാണ്. ഒരു വയസ്സായ ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ വില്ലമ്പം കൊടുത്തു, ആ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക, അതാരാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അത് ഹൈക്കോടതി ജഡ്ജിയാണ്. കാരണം അയാളുടെ മോഹമാണ് എനിക്ക് വില്ലമ്പം എടുത്തിട്ട് ഫോട്ടോ എടുക്കണം. കാരണം അത്രയ്ക്കും അവരുടെ നമ്മളെ ബഹുമാനിക്കുന്നതാണ്. അങ്ങനെ ബഹുമാനിക്കുന്ന ഇത് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ സന്മനസ്സ് കൊണ്ടാണ് ഇന്ന് ആദിവാസി ജീവിച്ചു വരുന്നത്. ഗോവിന്ദേട്ടാ, നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ട് അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുണ്ടോ, ഇതിപ്പോൾ വയനാട് ജില്ല എന്നാണ്. പിന്നെ ഗവൺമെൻറ് ഇപ്പോൾ 2024 സർട്ടിഫിക്കറ്റ് വേറെ തന്നിട്ടുണ്ട്. ഇത് വയനാട് ജില്ല നമ്മളെ കടകംപള്ളി സുരേന്ദ്രൻ സാറ് തന്നാണ്, ഇവിടെ കൽപ്പറ്റ വെച്ചിട്ട്. പിന്നെ 2016 വന്നു, അമ്പയ്യം വന്നു. പിന്നെ എനിക്ക് കിട്ടാവുന്ന അംഗീകാരം ഇപ്പോൾ ലോകം എൻ്റെ അടുത്തേക്ക് വരില്ലേ, ആരും വലിയ എന്താണ്. പിന്നെ ഇതാ കണ്ടോ, ഇപ്പോൾ യൂട്യൂബിലും ഇതിലൊക്കെ ഞാൻ എന്താ ഉള്ളത്, ഞാൻ എന്ത് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയ്ക്കും അവർക്കത് ഇപ്പോൾ ഓരോരുത്തർ കൊറോണ ആണെങ്കിലും വരണ്ടെന്ന് പറഞ്ഞാലും വരികയാണ്. ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല ചേട്ടാ, കാരണം ഇത് കാണാൻ ഇരിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ കാണുന്നതിന് ഞങ്ങൾക്കൊരു പുണ്യം, ദൈവത്തെ കാണുമ്പോൾ അത് എന്താണാവോ, എനിക്ക് വല്ല പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ
ഇത് 2018 തന്ന സർട്ടിഫിക്കറ്റാണ് ഗവൺമെൻറ്. ഇങ്ങനെ എല്ലാ കൊല്ലവും തരും. ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കൊല്ലവും തരും. പിന്നെ എന്നെക്കുറിച്ചുള്ള പല ബുക്കുകളും പലതും ഇറക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഷൂട്ടിങ് വന്നപ്പോൾ ഇവർ ഈ വേഴാമ്പൽ പതിനെ ഷൂട്ട് ചെയ്യാൻ ഇവർ വന്നു. വേഴാമ്പൽ അപ്പോൾ ഇവർ വന്നപ്പോൾ അന്ന് ഈ പ്രദേശവും ഇല്ല. അപ്പോൾ ഞാൻ അതുപോലെ കരയും. അപ്പോൾ മറുകരച്ചിൽ കേൾക്കുമ്പോൾ അവിടെ പോകാലോ എന്ന് വെച്ചാൽ ഞാൻ കരഞ്ഞു. ഇവിടെ അതെല്ലാം ഷൂട്ട് ചെയ്തു. 2014 ഞാൻ ട്രാവൽ മാർട്ട് പങ്കെടുക്കുമ്പോൾ മാതൃഭൂമിൻ്റെ ആൾക്കാർ വന്നു, ചേട്ടാ പക്ഷീനെ പോലെ കരയാൻ പറഞ്ഞു. എന്താ ഞാൻ പക്ഷിയാ? ഞാൻ അവരെ ദേഷ്യപ്പെട്ടു. എൻ്റെ ചേട്ടാ ഇതുകൊണ്ടോ ബുക്ക്, ഈ ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ ഒളിച്ച് പറഞ്ഞൊരു കാര്യമില്ല, ഈ ബുക്കിൽ നിങ്ങൾ എഴുതിയിരിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കരഞ്ഞ് കാണിച്ചു കൊടുത്തു. കരയാൻ പറ്റുമോ? ഓ കരയാം. ഈ കേട്ടാൽ അത് മറുകരച്ചില്ല. അപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ ചെയ്താൽ അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ ഇതൊക്കെ അതാണ് കാടിന്റെ മക്കള് കാടിനോട് ഇണങ്ങി ജീവിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത് അല്ലേ? നമ്മളിപ്പം മൃഗത്തിന് അമ്പയാണെങ്കിലേ നമ്മൾ പോർട്സിന് അമ്പയുന്ന പോലെ നേരെ വലിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആക്ഷൻ എടുക്കും, ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക മൃഗത്തിന് കഴിയുമ്പോൾ. കാരണം പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ വില്ല് അത്ര ശക്തിയുള്ള, അപ്പോൾ നേരെ വലിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആക്ഷൻ എടുക്കും, എന്നിട്ട് ഇങ്ങനെ വിടും. നമ്മൾ സാധാരണ വില്ല് ചെയ്യുമ്പോൾ നമ്മൾ ട്രഡീഷണൽ വില്ല് ചെയ്യുമ്പോൾ പിന്നെ ഇതൊന്നുമില്ല. പക്ഷേ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ചെയ്യണം. സ്റ്റെപ്പ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ രീതിയിലാണ് സ്റ്റെപ്പ് നിൽക്കുക. എന്നിട്ട് ഇടത് കാലിൽ 90 ഡിഗ്രി അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ വലിക്കുമ്പോൾ ഈ മുട്ട് ഈ ഷോൾഡറിന് മേലെ പൊങ്ങാൻ പാടില്ല. അപ്പോൾ തന്നെ വില്ല് പിടിക്കുന്ന കൈയും ഈ ഷോൾഡറിന് മേലെ പൊങ്ങാൻ പാടില്ല. എന്നിട്ട് നേരെ നമ്മൾ വലിക്കും, അങ്ങനെ വലിച്ച് മറ്റേ വിടാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അതായത് ഗോവിന്ദേട്ടൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കലയെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും അല്ലെങ്കിൽ ആർച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇത്ര നേരം നമ്മളെ എന്താ പറയുക നമ്മളോട് സഹകരിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു ഗോവിന്ദേട്ടന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.